വെൽക്കം ബാക്ക് ടു ഹാബിറ്റ്സ് ഓഫ് മീ. കുട്ടികൾക്ക് പഴം വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ എന്താ ചെയ്യുക? എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കണം. അങ്ങനെ ചെന്ന് എത്തിപ്പെട്ടതാണ് ഇതിൽ. എന്താണെന്ന് വഴിയെ കാണിച്ചു തരാം. ചിലപ്പോൾ ഇത് നിങ്ങൾക്കും അറിയുന്നുണ്ടാകും. എനിക്കിത് യൂട്യൂബിൽ നിന്ന് ആരുടെയോ പക്കൽ നിന്ന് കിട്ടിയ ഐഡിയ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാലേ. പഴം തോല് കളഞ്ഞ് നീളത്തിലോ റൗണ്ടായിട്ടോ എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിത് നീളത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും തൊലി കളയാതെയാണ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യേണ്ടത്. അപ്പോഴാണ് കനം കുറഞ്ഞ് കിട്ടുള്ളൂ. പക്ഷെ ഞാൻ തൊലി കളഞ്ഞു പോയി. ഇനി വേറെ വഴിയൊന്നുമില്ലല്ലോ. അപ്പം കഴിയും പോലെ അങ്ങ് കനമില്ലാതെ കട്ട് ചെയ്യാം. ഇനി അതൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. കുട്ടികളെ പറഞ്ഞ കാര്യമില്ല, എനിക്കും വെറുതെ കഴിക്കാൻ വലിയ താല്പര്യമില്ല. പക്ഷേ പഴം വെറുതെ കഴിക്കുന്നതാണ് കൂടുതൽ ഹെൽത്തി. ഇനി സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെക്കുക. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ ലേശം ബട്ടർ അതിലേക്ക് ചേർക്കുക. ഇനി ഇത് അവിടെ കിടന്നൊന്ന് മെൽറ്റ് ആവട്ടെ. ഞാനിത് ആദ്യമായാണ് ട്രൈ ചെയ്യുന്നത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുളമാകാൻ ചാൻസ് വളരെ കുറവാണ്. സാധാരണ ഞാൻ പഴംപൊരിയോ അല്ലെങ്കിൽ വെറുതെ പഴം റോസ്റ്റ് ചെയ്തെടുത്തുമാണ് കഴിക്കാറ്. പക്ഷേ ഇന്നൊന്ന് മാറ്റി പിടിക്കാൻ തോന്നി. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ എപ്പോഴും അത് പറയാൻ മറക്കും. ദേ നമ്മുടെ ബട്ടർ എന്താ മെൽറ്റായി വരുന്നുണ്ട്. ഇനി നമ്മുടെ പഴം ഓരോന്നായി വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ പഴം എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളത്. എനിക്ക് ഇപ്പോൾ തോന്നുന്നത് പഴം റൗണ്ടായി കട്ട് ചെയ്യുന്നതായിരുന്നു നല്ലതെന്ന്. സാരമില്ല, അടുത്ത തവണ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം. ഈ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. സ്റ്റവ് എപ്പോഴും കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണേ. പഴമല്ലേ, ആള് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പം തന്നെ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് മൊരിഞ്ഞു വരുന്നത്. നീ ഇത് അവിടെ ഇരുന്ന് കുക്കാവട്ടെ അല്ലേ. അപ്പം ഇങ്ങനെ അടുത്ത പരിപാടി നോക്കാം. ഒരു ബൗളെടുത്ത് അതിലോട്ട് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ലേശം ഉപ്പും. ഇത് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാനാണ്. ഇത് ഞാൻ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇനി ഒരു മുട്ട ഇതിലോട്ട് പൊട്ടിച്ച് വയ്ക്കണം. മൈദയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് മുട്ടയുടെ അളവും കൂട്ടണം. ഇനി ഒരു കപ്പ് പാല് ഒഴിക്കണം. ഒരു കപ്പ് മൈദക്ക് ഒരു കപ്പ് പാല്, ഒരു മുട്ട, അങ്ങനെയാണ് എൻ്റെ അളവ്. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഒരു വിസ്കോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് മിക്സ് ആക്കാൻ കേട്ടോ. എവിടെയും കട്ട പിടിക്കാതെ നല്ല രീതിയിൽ ഇത് മിക്സ് ആക്കി എടുക്കണം. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഇതിൽ കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ അതൊന്നും ചെയ്യുന്നില്ല. ഇതിനിടയിൽ ആ പഴം ഇടക്കിടക്കൊന്ന് ചെക്ക് ചെയ്യണേ, അത് മറന്നു പോവണ്ട. അല്ലെങ്കിൽ കാര്യം ഇപ്പം തന്നെ തീരുമാനമായേക്കും. നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. സത്യത്തിൽ എൻ്റെ വീഡിയോസിൽ ഇളക്കലാണല്ലേ മെയിൻ. എല്ലാത്തിലും ഞാൻ പറയുന്നുണ്ടേ നല്ലോണം ഇളക്കണമെന്ന്. വീഡിയോ കാണുന്നവർക്കറിയാം പറയുന്നതിൽ കാര്യമുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ. കുറച്ച് തേങ്ങയുടെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് തേങ്ങ ചിരകി വെക്കാം. കുറച്ച് മതി. എൻ്റെ പഴം ഇവിടെ സെറ്റായി കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത്ര ടൈമോ എന്ന്. ഞാൻ വളരെ കുറവളവിലാണ് തീ വെച്ചിരുന്നത്. കാരണം പണികൾ വേറെ ഉണ്ടല്ലോ. എന്നാലേ ഞാനൊരു കാര്യം മറന്നു പോയിട്ടുണ്ട്. ആദ്യം ചെയ്യേണ്ട കാര്യമായിരുന്നു. കുറച്ച് പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യണമായിരുന്നു. എങ്കിലത് നന്നായി മെൽറ്റാവൂ. സാരമില്ല, ഇനിയും ചേർക്കാം. അല്ലാതെ ഇനി വേറെ വഴിയില്ലല്ലോ. ഇനി തിരിച്ചു മറിച്ചൊക്കെ എന്നിട്ട് ആ പഞ്ചസാര ഇതിലൊന്ന് മിക്സ് ആയിക്കോട്ടെ. ചെറിയ ചൂടിലായോണ്ടേ മെൽറ്റാവാനും കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പം ഇനി നിങ്ങളത് മറക്കണ്ട, പഞ്ചസാര ആദ്യമേ ആഡ് ചെയ്യണം. ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്യുമ്പോൾ 1-2 മിനിറ്റ് കൊണ്ടേ ഇത് കുക്കായി വരും. എൻ്റെ പഴത്തിന് കുറച്ച് തിക്ക് കൂടുതലാണ്. അത് ഞാൻ കട്ട് ചെയ്യുമ്പോഴേ പറഞ്ഞല്ലോ. ഇനി ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാൻ വെക്കുക. സെയിം അതേ പാൻ വെക്കരുത് കേട്ടോ. പാനിൽ നിന്ന് ഇത് പിന്നെ ലാസ്റ്റ് ഇളകി പോരാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇനി പാൻ ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. ഇനി അതൊന്ന് മെൽറ്റായി വരുവോളം നമുക്ക് വെയിറ്റ് ചെയ്യാം.
ബട്ടർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ടേസ്റ്റിന് കുറവ് വരുത്തണ്ട എന്ന് കരുതിയിട്ടാണ് ബട്ടർ ഉപയോഗിക്കുന്നത്. ബട്ടർ ഇഷ്ടമല്ലാത്തവരുണ്ടേ, അതാ ഞാൻ ഇത് എടുത്തു പറഞ്ഞത്. എനിക്ക് ബട്ടറിൻ്റെ സ്മെല്ല് നല്ല ഇഷ്ടമാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഇതേ നമ്മുടെ ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഒരു ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലോട്ട് ഒഴിക്കണം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം ഒഴിക്കാൻ. സ്റ്റൗ എപ്പോഴും ലോ ഫ്ലെയിമിലിടണം, അത് മറന്നു പോകല്ലേ, അല്ലെങ്കിൽ ആൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇനി മുമ്പ് തയ്യാറാക്കി വെച്ച നമ്മുടെ പഴം റോസ്റ്റ് ചെയ്തതുണ്ടല്ലോ, അത് ഓരോന്നായി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ചെറുതായി റൗണ്ടിലാണ് ആക്കിയതെങ്കിൽ ഇത് മുഴുവനായി നമുക്ക് വെക്കാമായിരുന്നു. എങ്കിലും നമുക്ക് കഴിക്കുമ്പോൾ പഴം എല്ലാ ഭാഗത്തുമായി ഉണ്ടാവുകയും ചെയ്യും. ഇനി ഇതിൻ്റെ മേലെയായി കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഏതാണ്ട് ഇത്രയും മതി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അളവ് എത്ര വേണ്ടേ എന്നുള്ളത്? എല്ലാ ഭാഗത്തുമായി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ കുറച്ച് ബാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. നിങ്ങളുണ്ടാക്കുന്ന ബാറ്ററിൻ്റെ അളവ് പോലെ ഇരിക്കും നിങ്ങൾ കുക്ക് ചെയ്യുന്ന ടൈം. ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. സംഭവം ഇത് റോള് ചെയ്ത് കട്ട് ചെയ്യലാണ് പതിവ്. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് പണി കിട്ടി. നന്നായി ഒന്ന് മുരിഞ്ഞോട്ടെ വെച്ചതാ, പക്ഷേ അത് കാരണം ഇത് റോൾ ചെയ്യാനും പറ്റുന്നില്ല. ഒടുവിൽ ഞങ്ങളിത് ഓരോ ലൈനാക്കി കട്ടാക്കി എന്നിട്ട് റോൾ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അപ്പോഴും നടക്കുന്നില്ല. കുറച്ചൊന്ന് ശ്രമിച്ചെങ്കിലും തോൽവി ഞങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വന്നു. അത് നിങ്ങൾക്ക് കാണാനും ഇല്ലേ. പിന്നെ ഒന്നും നോക്കില്ല, നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. എങ്ങനെയായാലും എന്താ കഴിക്കാനുള്ളതല്ലേ. സംഭവം ഇതിന് പേരൊന്നും ഇല്ലെന്നേ. ഈ പേര് ഇല്ലാത്തതാണോ എനിക്ക് അറിയാത്തതാണോ അറിയില്ല. എന്തായാലും ഐറ്റം റെഡി ആയിട്ടുണ്ട്. മൽപ്പിടുത്തം കഴിഞ്ഞ് ആളുടെ ലുക്കൊക്കെ ഒരു വിധമായിട്ടുണ്ട്. എന്നാൽ ലുക്കിലല്ല കാര്യം, സംഭവം സൂപ്പറാണ്. ധൈര്യമായി ട്രൈ ചെയ്തോളൂ.